എല്ലാവർക്കും നമസ്കാരം. സൗന്ദര്യലഹരി പഠനം 90-ാം ദിവസം. ഓം ശ്രീ മഹാദേവിയേ നമ. ഓം ശ്രീ മഹാത്രിപുരസുന്ദരിയേ നമ. ഓം ശ്രീ ആദിപരാശക്തിയേ നമ. സൗന്ദര്യലഹരി ശ്ലോകം 90. ദദാനേ ദീനേഭ്യ ശ്രിയം അനിശം ആശാനുസദൃശീ മമന്തം സൗന്ദര്യപ്രകരമകരന്തം വികിരതി തവാസ്മിൻ മന്ദാരസ്തബകസുഭഗേ യാതു ചരണേ നിമജ്ജൻ മജ്ജീവ കരചരണ ഷഡ്ചരണതാം. ദദാനേ ദീനേഭ്യ ശ്രിയം അനിശം ആശാനുസദൃശീം അമന്തം സൗന്ദര്യപ്രകരമകരന്തം വികിരിതി തവ അസ്മിൻ മന്ദാരസ്തബകസുഭഗേ യാതു ചരണേ നിമജ്ജൻ മജ്ജീവ കരചരണ ഷഡ്ചരണതാം. അല്ലയോ മഹാദേവി, ദരിദ്രന്മാർക്ക് ഇച്ഛാനുരൂപമായ ഐശ്വര്യത്തെ എല്ലായ്പ്പോഴും ദാനം ചെയ്യുന്ന ദേവിയാണ്. അപ്പോൾ ദരിദ്രന്മാരെന്നിവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ഭക്തന്മാരിൽ ഏതെങ്കിലും തരത്തിലൊക്കെയുള്ള ദാരിദ്ര്യം അനുഭവിക്കുന്നവർ. അത് പണം കൊണ്ടാകാം, തൊഴിൽ കൊണ്ടാകാം, സന്താനങ്ങളെ കൊണ്ടാകാം, എന്താ പറയുന്നത്, ഇല്ലായ്മ, ഏതെങ്കിലും തരത്തിലുള്ള ഇല്ലായ്മയുള്ളവരെയാണ് ദരിദ്രന്മാരെന്ന് പറയുന്നത്. അങ്ങനെയുള്ള ദരിദ്രന്മാർക്ക് ഇച്ഛാനുരൂപമായ ഐശ്വര്യത്തെ എല്ലായ്പ്പോഴും ദാനം ചെയ്യുന്നത് ദേവിയാണ്. സൗന്ദര്യ സമൂഹമാകുന്ന മകരന്തത്തെ ധാരാളം ചിതറുന്നതും കൽപ്പവൃക്ഷ പൂങ്കുല പോലെ മനോഹരവുമായ നിന്തിരുവടിയുടെ ഈ പാദങ്ങളിൽ മനസ്സോട് ചേർന്ന്, അപ്പം ഈ ഭക്തൻ്റെ ആഗ്രഹം എന്താണ്? ദേവിയുടെ പാദാരവിന്ദത്തിൽ മനസ്സോട് ചേർന്ന് എപ്പോഴും ഇരിക്കാനാണ് ഈ ഒരു ഭക്തൻ ആഗ്രഹിക്കുന്നത്. അപ്പം ഇവിടെ എപ്പോഴും മകരന്തം എന്ന് വെച്ചാൽ തേൻ, സൗന്ദര്യ സമൂഹമാകുന്ന മകരന്തത്തെ ധാരാളം ചിതറുന്നത് കൽപ്പവൃക്ഷ പൂങ്കുല പോലെ മനോഹരവുമായ നിന്തിരുവടിയുടെ പാദത്തിങ്കൽ. അപ്പം ദേവിയുടെ പാദമെന്ന് പറയുന്നത് കൽപ്പവൃക്ഷ പൂങ്കുല പോലെയാണ്. അപ്പോൾ ആ പാദത്തിൽ എന്തുണ്ട്? എപ്പോഴും ആ പാദത്തിലെ കൽപ്പവൃക്ഷ പൂങ്കുല എപ്പോഴും തേൻ ചിതറുന്നതാണ്. ധാരാളം തേൻ ചിതറും അവിടെ ആ പൂങ്കുല. അപ്പോൾ ആ പൂങ്കുലയിലെ തേൻ കുടിക്കാനായിട്ട് ആര് വരും? വണ്ടുകൾ വരും. അപ്പോൾ ഈ പാദത്തിങ്കൽ മനസ്സോട് ചേർന്ന് 6 ഇന്ദ്രിയങ്ങളാകുന്ന 6 ചരണങ്ങളോട് കൂടിയ, അപ്പോൾ വണ്ടിന് 6 ചരണങ്ങളാണ്, 6 കാലുകളാണ്. അപ്പം 6 ഇന്ദ്രിയങ്ങൾ, മനുഷ്യർക്കുള്ളതാണ് 6 ഇന്ദ്രിയങ്ങൾ. അങ്ങനെ 6 ഇന്ദ്രിയങ്ങളോട് കൂടിയ എൻ്റെ ജീവൻ മുങ്ങിയിട്ട് 6 ചരണങ്ങളുള്ള വണ്ടിൻ്റെ സ്ഥിതി പ്രാപിക്കട്ടെ. അപ്പോൾ വണ്ടിൻ്റെ സ്ഥിതി ആകുമ്പോൾ എന്താണ്? എപ്പോഴും ദേവിയുടെ പാദത്തിങ്കൽ മനസ്സോട് ചേർന്ന് കിടക്കാം, അല്ലേ? അപ്പോൾ ദേവി നിന്തിരുവടി, അപ്പോൾ വീണ്ടും ഒന്നുകൂടെ പറയുകയാണ്, നിന്തിരുവടിയുടെ ചരണം അഭീഷ്ടദാനത്തെ ചെയ്യുന്നു എന്ന് വെച്ചാൽ ദേവിയുടെ നിന്തിരുവടി എന്ന് വെച്ചാൽ ദേവിയുടെ പാദങ്ങൾ അഭീഷ്ടദാനത്തെ ചെയ്യുന്നു. ഒരു ഭക്തന് ഇഷ്ടമുള്ളതെല്ലാം ദാനം ചെയ്യുന്നവളാണ് ദേവി. അപ്പോൾ ഈ ചരണത്തിൽ, ഈ പാദത്തിൽ പൂന്തേൻ പെരുകി ഒഴുകുകയാണ്. ഈ ചരണം കൽപ്പക പൂങ്കുല പോലെ സുന്ദരമാകുന്നു. അപ്പോൾ കൽപ്പവൃക്ഷത്തിൻ്റെ പൂങ്കുല പോലെ സുന്ദരമാണ് ദേവിയുടെ പാദങ്ങൾ. അതുകൊണ്ട് ഇത് ഷഡ്പദങ്ങളുടെ വസതിക്ക് യോഗ്യമാണ് എന്ന് പറഞ്ഞാൽ ദേവിയുടെ പാദങ്ങളിൽ എപ്പോഴും എന്തുണ്ട്? ഷഡ്പദങ്ങളുണ്ട്, വണ്ടുകൾ എപ്പോഴും ഉണ്ട് അവിടെ. അപ്പോൾ ഷഡ്ചരണനും നിവാസാർഹനുമായ എൻ്റെ ജീവിതവും ഇതിൽ അത്യന്തം ലീനനായി അധിവസിക്കട്ടെ എന്ന് വെച്ചാൽ നിന്തിരുവടിയുടെ പാദാരവിന്ദത്തിൽ നിരന്തരം രമിക്കട്ടെ. അപ്പം എല്ലാ ഭക്തൻ്റെയും ആഗ്രഹം എന്താണ്? ദേവിയുടെ പാദാരവിന്ദങ്ങളിൽ കിടക്കുക എന്നുള്ളതാണ്. അപ്പം ഞാനും ഒരു വണ്ടിൻ്റെ സ്ഥിതി പ്രാപിക്കുകയാണെങ്കിൽ ഒരു വണ്ടിനെ പോലെ നിന്തിരുവടിയുടെ പാദാരവിന്ദത്തിൽ നിരന്തരം രമിക്കട്ടെ എന്നാണ് പറയുന്നത്. അപ്പോൾ ദേവി ദരിദ്രന്മാർക്ക് ഇഷ്ടം പോലെ അവരുടെ ഇച്ഛയ്ക്കനുസരിച്ചുള്ള ഐശ്വര്യത്തെ ദാനം ചെയ്യുന്നു. അപ്പോൾ എപ്പോഴും അങ്ങനെ ഐശ്വര്യത്തെ ദാനം ചെയ്യുന്ന ദേവിയുടെ പാദങ്ങൾ എന്ന് പറഞ്ഞാൽ കൽപ്പവൃക്ഷ പൂങ്കുല പോലെ മനോഹരമാണ്. ആ പൂങ്കുലയിൽ നിന്ന് എപ്പോഴും തേൻ ഇങ്ങനെ ചിതറിക്കൊണ്ടിരിക്കുന്നു. ആ തേൻ നുകരാനായിട്ട് ധാരാളം വണ്ടുകൾ അവിടെ എത്തുന്നു. അപ്പോൾ ആ വണ്ടിൻ്റെ രൂപം ഞാൻ വണ്ടായിട്ട് തീർന്നാൽ
ദേവിയുടെ കാൽക്കൽ എപ്പോഴും വസിക്കാമല്ലോ എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ദേവിയുടെ എന്താ പറയുന്ന അനുഗ്രഹം എപ്പോഴും കിട്ടി. ദേവി എപ്പോഴും ആ അനുഗ്രഹം ഭക്തൻ്റെ ഇച്ഛാനുസരണമുള്ള അനുഗ്രഹം തന്നു കൊടുത്തുകൊണ്ടേയിരിക്കും. ദദാനേ ദീനേഭ്യ ശ്രിയമനിശം ആശാനുസദൃശി അമന്തം സൗന്ദര്യപ്രകരമകരന്തം വികിരതി തവ അസ്മിൻ മന്ദാരസ്തഭഗസുഭഗേ യാതു ചരണേ നിമജ്ജൻ മജ്ജീവ കരചരണ ഷഡ്ചരണതാം. എല്ലാവർക്കും മഹാദേവിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.